മലപ്പുറം ഊരകത്ത് 1200 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വീട്ടിൽ നടത്തുന്ന പെരുന്നാൾ ആഘോഷ കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അവിടെ നിന്നും ദേവിക രാജേന്ദ്രൻ ചേരുകയാണ്. ദേവിക, എങ്ങനെയാണ് അവിടുത്തെ ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത്? ഒപ്പം ദേവികയുടെ മലപ്പുറത്തെ ആദ്യ പെരുന്നാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും അഞ്ജലി പറഞ്ഞ പോലെ തന്നെ മലപ്പുറത്ത് എത്തിയതിനു ശേഷം ആദ്യ ദിവസം തന്നെ ഞാൻ ഇന്ന് കയറിയതേ ഉള്ളൂ. ഇവിടെ ആദ്യ ദിവസം തന്നെ പെരുന്നാൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു എന്നത് വലിയൊരു സന്തോഷമാണ്. ഇപ്പോൾ ഞാനുള്ളത് മലപ്പുറം ഊരകത്താണ്. ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും എല്ലാം ഒരു മനോഹര കാഴ്ച എന്ന് വേണം പറയാനായിട്ടുള്ളത്. അതായത് ഊരകത്തുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർ അബു താഹിറിന്റെ വീട്ടിലാണ് ഇത്തരത്തിലൊരു വലിയ പെരുന്നാൾ സൽക്കാരം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള ആളുകളെയും മറ്റുമെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സൽക്കാരം നടത്തുന്നത്. അദ്ദേഹം തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സൽക്കാരത്തോട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം? ഒന്നുമില്ല, നമ്മൾ എല്ലാ മതക്കാരും ഒരു കുടക്കയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു സന്ദേശം മാത്രമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മളെ ഒരു വാർഡുകളിൽ ഇവിടുത്തെ ഈ വാർഡിലെ ഈ പഞ്ചായത്തിലെ ഈ 10ാം വാർഡ് എന്ന കാരാത്തുള്ള വാർഡ് മെമ്പറാണ് ഞാൻ. ആദ്യം നമ്മളെ വാർഡിൽ മാത്രമാണ് ഇത് ചെയ്തത്. ഇപ്പോൾ അത് വിപുലീകരിച്ച് നമ്മളെ നാട്ടിലുള്ള എല്ലാ മതസ്ഥരെയും ഒരു കുടക്കയിൽ കൊടുത്തിട്ട് നമ്മൾ ഒരു സൗഹൃദം പങ്കിടുക, ഒരു വർഷത്തിൽ ഒരു നേരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇതിലുള്ളത്. എല്ലാ വർഷവും നടത്താറുണ്ടോ? കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മളിത് തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ചെറുതായി തുടങ്ങി, നമ്മൾ കൊണ്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂട്ടി നമ്മൾ ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇതാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു സൽക്കാരം നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ആയിരക്കണക്കിന് ആളുകളാണ്, 1200 പേർക്കാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത്. 1200 പേരിലധികം ഇപ്പോൾ ഇവിടേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവരെത്തുന്നു, അവരോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു, വീട്ടുകാരടക്കം അവരെ സ്വീകരിക്കുന്നു, അവരെ വരവേൽക്കുന്നു, അവർക്ക് മധുരം നൽകുന്നു, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതിമനോഹരമായ കാഴ്ചയാണ്, സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാനായിട്ട് സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ സാദിഖ് അലി തങ്ങളും അതുപോലെ തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും അടക്കം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെല്ലാവരും ഇവരുടെ രാവിലത്തെ ഈദ് ഗാഹകൾക്ക് ശേഷം വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ നിന്നുമുള്ള എല്ലാ സ്നേഹം പങ്കിടുകയും ശ്ലേഷിക്കുകയും എല്ലാം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ കൂടി നിൽപ്പുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. എന്താണ്, സന്തോഷമാണോ? സന്തോഷമാണ്, ഞങ്ങൾക്കിതൊരു മാതൃകയാണ്. നമ്മളെ നാട്ടില് ഇതിങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടാണ്. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ടോ? ഉണ്ടാറുണ്ട്. എന്തേ, ഹാപ്പിയാണോ? എന്റെ സൽക്കാരം ഇഷ്ടായോ? ഇഷ്ടായി. ഇനി വരും. അങ്ങനെയാണ് കുഞ്ഞു മക്കൾ അടക്കമുള്ളവർ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു പരിപാടി എല്ലാവർക്കും ഒരു മാതൃകയാണ് അല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു മാതൃകയുള്ള പരിപാടിയാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ സാമുദായിക സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും കൂടിയും ഏറ്റവും മനോഹരമായ വളരെ നല്ലൊരു പ്രോഗ്രാമാണിത്. ഇത് സംഘടിപ്പിച്ചതിന് ഞാൻ ഇവരെ അഭിനന്ദിക്കുകയാണ്. ഇത് എല്ലാവർക്കും മാതൃകയാക്കേണ്ട ഒരു സംഗതിയാണ്. അതാണ് നാട്ടുകാർ എല്ലാവരും വലിയ ഒരു സന്തോഷമാണുള്ളത്. നമുക്കിപ്പോൾ ഇവരുടെ എല്ലാം പ്രതികരണങ്ങളിൽ നിന്നും തന്നെ മനസ്സിലായതാണ്. കുഞ്ഞു കുട്ടികളും എല്ലാം അടക്കം ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു പരിപാടി? ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. ഇത് ചെയ്യാൻ സാധിച്ചതിലും ഇതിന് ഭാഗമാകാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടായോ? ഈ പരിപാടി ഇഷ്ടായോ? കുഞ്ഞുമക്കളടക്കം ഒരുപാട് പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായി മലപ്പുറത്ത് പല ഭാഗങ്ങളിലും ഈ ഈദ് സൽക്കാരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അത്തരത്തിലൊരു വലിയ ഒരു പെരുന്നാൾ കാഴ്ചയാണ്, പെരുന്നാൾ ദിനത്തിലെ ഒരു സന്തോഷ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടേക്ക് ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അഞ്ജലി. ശരി ദേവികയുടെ മലപ്പുറത്തെ ആദ്യ പെരുന്നാൾ അവർക്കൊപ്പം കളറാവട്ടെ എന്ന് ആശംസിക്കുന്നു.